9ാം ക്ലാസ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിന് രണ്ട് കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസത്തിനെ നമ്മൾ ടോട്ടലി വിളിക്കുന്ന പേരാണെന്ത്? മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: അനബോളിസം എന്നും കാറ്റബോളിസം എന്നും. ആനബോളിസം എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുന്ന, കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണെന്ത്? ആനബോളിസം. അതായത് വലിയൊരു സാധനം ഉണ്ടാക്കുക, അതാണെന്ത്? ആനബോളിസം. അതേസമയം കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുക, ചെറുതാക്കുന്ന പരിപാടിയാണെന്ത്? കാറ്റബോളിസം. അപ്പോൾ വലുതാക്കുന്ന പരിപാടി ആനബോളിസവും ചെറുതാക്കുന്ന പരിപാടി കാറ്റബോളിസം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി: ആന വലുത്, കാറ്റ് ചെറുത്. അപ്പോൾ വലുതാക്കുന്ന പരിപാടി ആനബോളിസം, ചെറുതാക്കുന്ന പരിപാടി കാറ്റബോളിസം. സിമ്പിൾ. അങ്ങനെയെങ്കിൽ ആനബോളിസത്തിന് ഉദാഹരണം ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ, അപ്പോൾ ഗ്ലൂക്കോസ് സിന്തസിസ്, ഗ്ലൂക്കോസ് നിർമ്മാണം. അങ്ങനെയെങ്കിൽ മുത്തുമണികൾ എന്ത് ചെയ്യുക? കാറ്റബോളിസം ചെറുതാക്കുന്ന പരിപാടിയാണല്ലോ, ചെറുതാക്കുന്ന പരിപാടിക്ക് ഒരു ഉദാഹരണം, പ്ലീസ് ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഗുഡ് ബൈ.